ഈ സീനിൽ ചെൻസി ലീജിനും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഞാൻ അതിന് എങ്ങനെ പ്രത്യുപകാരം ചെയ്യുന്നവൾ ചോദിക്കുമ്പോൾ ലൂജിൻ ഒരുപാട് വിഷമം വരുന്നു. അവൾ ഇപ്പോഴും തന്നെ ഒരു അന്യ ആളെ പോലെയാണ് കാണുന്നതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും നിന്നെ ഡിസേർവ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നീ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നീ ഒരുപാട് ഉയരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഒരേ പൊസിഷനിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എൻ്റെ കണ്ണിൽ നീ അങ്ങനെയല്ലെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ലീജിൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രണയത്തിൽ ഒരിക്കലും ഒരാൾ ഉയരത്തിലും ഒരാൾ താഴത്തിലും അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും ഈക്വലാണ്. പ്രണയം എന്ന് പറയുന്നത് ഫീലിങ്സിൻ്റെ കാര്യമാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ സിൻസിയറാണ്. നമ്മുടെ ലൈഫ് ഇനിയും ഒരുപാട് ലെങ്തിയാണ്. അതിൽ ഞാൻ നിന്റെ കൂട്ട് എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. ഇത്രയും പറഞ്ഞ് ലീജുൻ ചെൻസിയെ കിസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ബൈ മിസ്റ്റേക്ക് അവൻ്റെ കൈ ആ ഓട്ടോമാറ്റിക് ബട്ടണിൽ പ്രസ് ആകുന്നു. സോ ആ വീൽ ചെയർ ഫുൾ റോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാവോ ബ്രേസ്ലെറ്റുമായി ക്യുവാൻ്റെ ഓഫീസിലേക്ക് വരുന്നു. സോറി ബോസ്, ഈ ബ്രേസ്ലെറ്റിൽ എനിക്കൊരു അവകാശവുമില്ല. ഇത് താങ്കളുടെ അമ്മയുടെയാണ്. ഇത് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവളുടെ മദറിന്റെ കോൾ വരുന്നു. നിന്റെ ലൂസർ ബോയ് ഫ്രണ്ടായ ക്യുവാനുമായി നീ ബ്രേക്കപ്പ് ചെയ്തില്ലേ എന്ന് മദർ ചോദിക്കുമ്പോൾ ചെയ്തെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇന്ന് കാണാനായി ഒരു സ്പെഷ്യൽ പേഴ്സൺ വരുന്നുണ്ട്. നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഷോയി ആണെന്ന് മദർ പറയുന്നു. കോള് കട്ടാക്കിയ ശേഷം മദർ ഷോയുടെ ഫോട്ടോ യാവുന് അയച്ചും കൊടുക്കുന്നുണ്ട്. ഇത് ടാങ് കാണുന്നു. ടാങ് ആകട്ടെ യാവു ബ്ലൈൻഡ് ഡേറ്റിന് പോകുകയാണെന്ന കാര്യം എല്ലാവരോടും പറയുന്നു. താൻ ഇന്ന് ഒരുപാട് ബിസിയാണെന്നും തനിക്ക് എവിടെയും പോകാൻ ടൈമില്ലെന്നും യാവു മദറിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. മദർ ഓക്കെ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ക്യുവൻ വെളിയിൽ വന്ന് നോക്കുന്നു. യാവു അവിടെ ഉണ്ടായിരുന്നില്ല. യാവു ഒന്ന് നേരത്തെ ഓഫീസിൽ ലീവ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പാഴ്സൽ വരുന്നു. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിന്റെ ബൊക്കെ. അതും യാവുവിന് വേണ്ടി മിസ്റ്റർ ഷോ എന്ന് പറഞ്ഞ ആളാണ് അയച്ചത്. എല്ലാവരും ഇത് കേട്ട് യാവുവിൻ്റെ ബ്ലൈൻഡ് ഡേറ്റ് എന്തുമാത്രം റൊമാൻറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ക്യുവാന് നന്നായി ദേഷ്യം വരുന്നു. എല്ലാവരോടും വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാവു വീട്ടിലേക്ക് വരുമ്പോൾ ഷോയ് അവളെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മദർ അവനോട് ഇന്ന് എൻ്റെ മകൾ ഒരുപാട് ബിസിയാണെന്നും അതുകൊണ്ട് ഡിന്നർ കഴിക്കാൻ വെളിയിൽ പോകാൻ ടൈമില്ല, സോ നീ അവളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് അഡ്രസ്സ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. യാവുവിൻ്റെ മുന്നിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ അവനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവന് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഷോയ് ആകട്ടെ നല്ല ഹാപ്പി ആകുന്നു. യാവു എന്തുമാത്രം നല്ല പേഴ്സണാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കും, ജോബ് നന്നായി ചെയ്യും. ഷോയ് അവളോട് എൻ്റെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ സിറ്റിയിലാണ്. നെക്സ്റ്റ് മന്ത് ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആകും. നിന്റെ പഴയ ബോയ് ഫ്രണ്ട് ഒരു ലൂസറാണ് ഞാൻ കേട്ടു. നല്ല കാര്യം നീ അവനുമായി ബ്രേക്കപ്പ് ആയത്. നിന്റെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള കാര്യം നീ ആലോചിക്കണം. നീ സിംഗിളാണ്, ഞാനും സിംഗിളാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യുവാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ക്യുവാൻ റൂമിലുണ്ടായിരുന്ന കാര്യം യാവുന് അറിയില്ലായിരുന്നു. ഇവിടെ എന്താ ഇത്ര സൗണ്ടും ചോദിച്ചുകൊണ്ടാണ് അവൻ നടന്നു വരുന്നത്. ക്യുവാനെ കാണുമ്പോൾ ഷോയ് ആകട്ടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഓക്വേർഡായിട്ട് ഇരിക്കുന്നു. ഇതെൻ്റെ ഫോർമർ ഫ്ലാറ്റ്മേറ്റ് ആണ്. ചിലപ്പോൾ അവൻ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരിക്കും, അതെടുക്കാൻ വന്നേയാകും. ലേറ്റ് ആയതുകൊണ്ട് പോയി കാണില്ലെന്ന് യാവു പറയുന്നു. യാവുവിൻ്റെ കൂടെ ഷോയെ കാണുമ്പോൾ ക്യുവാൻ ആകട്ടെ നന്നായി ജലസ് ആകുന്നുണ്ട്. ഇവരുടെ ബ്ലൈൻഡ് ഡേറ്റ് റൂയിൻ ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. യാവുവിനോട് ഷോ എന്ത് സംസാരിക്കാൻ തുടങ്ങിയാലും ക്യുവാൻ അത് കൗണ്ടർ ചെയ്യും. എന്നിട്ട് എല്ലാ അവസരങ്ങളിലും അവനെ ചെറുതായി കാണിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ യാവും ഒരുപാട് ഓക്വേർഡ് ആകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ യാവു ഫുഡ് എടുക്കാൻ വേണ്ടി എണീറ്റ് പോകുന്നു. അപ്പോൾ ഷോയ് ക്യുവാനോട് മിസ്റ്റർ, താങ്കൾ എന്താ യാവുനെ ലൈക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളോട് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് അവളുടെ ബ്ലൈൻഡ് ഡേറ്റ് റൂയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. വൈരാഗ്യത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ യാവു അവിടേക്ക് വരുന്നു. അവളെ കാണുമ്പോൾ രണ്ടുപേരും ദേഷ്യം ഹൈഡ് ചെയ്ത് പ്രോപ്പറായി ഇരിക്കുന്നു. ഷോയി അവിടുന്ന് പോകാൻ ഇറങ്ങുന്നു. അവനെ സീ ഓഫ് ചെയ്യാൻ വേണ്ടി യാവു വെളിയിലേക്ക് പോകുന്നുണ്ട്. അവൾ തിരിച്ചു വരുമ്പോൾ ക്യുവാൻ്റെ മൂഡും നല്ല ഓഫായിരുന്നു.
ഇന്നത്തെ ഡിന്നർ ഒരുപാട് മോശമായിരുന്നു പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ റൂമിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസിൽ യൂഫിയും ടാങ്ങും അവർ ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടുമാണെന്ന കാര്യം എല്ലാരിൽ നിന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് യാവ് വീണ്ടും ഷോയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിൽ വരുന്നു. ഓഫീസിൽ ബൗര് വഴി ഈ കാര്യം ക്യുവാൻ അറിയുന്നുണ്ട്. ക്യുവാൻ അപ്പോൾ തന്നെ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. വന്ന ഉടനെ യാവുനെ വഴക്ക് പറയുന്നുണ്ട്. ഓഫീസിൽ നിനക്ക് ഒരുപാട് പണിയുണ്ട്, അതെല്ലാം കളഞ്ഞാണോ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഷോയ് സർപ്രൈസ് ആകുന്നുണ്ട്. ഇദ്ദേഹം നിന്റെ ഫ്ലാറ്റ്മേറ്റ് മാത്രമല്ല ബോസ് കൂടിയാണോ ചോദിക്കുന്നുണ്ട്. അവൻ ഒരുപാട് സസ്പീഷ്യസ് ആകുന്നു. അവൻ ക്യുവാനോട് ഇപ്പോൾ നിന്റെ ഓഫീസിൽ ബ്രേക്ക് ടൈം ആണ്, ഈ ടൈമിൽ നിന്റെ എംപ്ലോയീസിനെ നീ ബുള്ളി ചെയ്യാൻ പാടില്ലെന്ന് അവൻ പറയുന്നു. യാവും ഷോയും ക്യുവാനോട് പറയുന്നുണ്ട്, താങ്കളുടെ ഡ്രസ്സിങ്ങും സ്റ്റൈലും എല്ലാം വെച്ച് ഈ റെസ്റ്റോറൻറ്റ് താങ്കളെ സംബന്ധിച്ച് ഒരുപാട് ചീപ്പാണ്. സോ താങ്കൾ മറ്റെവിടെയെങ്കിലും പോയി കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്യുവാൻ ഉറക്കെ, ഇവിടുത്തെ ഓണർ ആരാണ്? ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ആൾ മോശമായി പറയുന്നു പറയുന്നു. ഇത് കേട്ട് ഷോയ് ആകെ പേടിക്കുന്നുണ്ട്. തനിക്ക് മിക്കവാറും ഇവിടെ നടി കിട്ടുമെന്ന് അവൻ പേടിക്കുന്നു. അവൻ മിണ്ടാതിരിക്കുന്നു. അവന് നന്നായി ദേഷ്യം വരുന്നുണ്ട്. മിസ്റ്റർ ക്യുവാൻ, താങ്കൾ ഇവിടെ എന്ത് റൈറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ യാവുൻ്റെ ബോസ് മാത്രമല്ല ബോയ്ഫ്രണ്ട് കൂടിയാണെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ യാവുൻ്റെ ഫുഡ് ആകട്ടെ അവൾക്ക് സ്റ്റക്കാകുന്നുണ്ട്. ക്യുവാൻ തന്നെ യാവുൻ്റെ ആയിട്ട് ഒരു ലെങ്തി സ്റ്റോറി ഷോയെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. ഈ പെൺകുട്ടി എൻ്റെ പിറകെ നടക്കായിരുന്നു എന്നെ പ്രസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ ഇവളെ റിജക്റ്റ് ചെയ്തു. ഒരുപാട് നാള് എൻ്റെ പിറകെ എന്നിട്ടും ഇവൾ നടന്നു. ഇവളുടെ ഈ ഡിറ്റർമിനേഷൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സും ചെറുതായിട്ട് മെൽറ്റായി. ഞാൻ റിജക്റ്റ് ചെയ്ത സങ്കടത്തിലാണ് നിന്നെ പോലുള്ള ആരുടെയെങ്കിലുമൊക്കെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ ഇവൾ തുടങ്ങിയത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടിൽ ഒരുപാട് പോസിറ്റീവാണെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് യാവു ആകട്ടെ ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. അവൾ എന്തെങ്കിലും പറയുന്ന മുന്നേ തന്നെ ഷോയ് ദേഷ്യത്തിൽ അവിടെ എണീറ്റ് പോകുന്നു. യാവ് ക്യുവാനോട്, ബോസ് താങ്കൾക്കറിയാവുന്നതല്ലേ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ആ ഗിഫ്റ്റ് മിക്സപ്പ് ആയതുകൊണ്ട് സംഭവിച്ചാണ്. ഞാൻ താങ്കളെ ഒരിക്കലും ചേസ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഇവിടെ ക്യുവാൻ തന്റെ ലീഗൽ വേർഡ്സ് യൂസ് ചെയ്യുന്നു. 3 പാർട്ടീസ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് എനിക്കാണ്. ഇവിടെ മിസ്റ്റേക്ക് എൻ്റെ അല്ലായിരുന്നു. നീ എനിക്ക് റോങ് ഗിഫ്റ്റ് തന്നു. ചിലപ്പോൾ ആരോ റോങ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നഷ്ടം സംഭവിച്ച എനിക്കാണ്. കോമ്പൻസേഷൻ കിട്ടേണ്ടത് എനിക്കാണെന്ന് അവൻ പറയുന്നു. കാരണം ഇവിടെ ഫീലിങ്സ് ഹർട്ടായത് എൻ്റെയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് യാവു സാഡ് ആകുന്നു. ബോസ് താങ്കൾ ഇനി എന്നെ ലൈക്ക് ചെയ്യുന്നുവെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ക്യുവാന് വേണമെങ്കിൽ അവളെ താൻ ലൈക്ക് ചെയ്യുന്ന സത്യം ഇപ്പോൾ അവളോട് കൺഫസ് ചെയ്യാമായിരുന്നു. പക്ഷേ അവൻ്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ യാവു, ഞാൻ എന്താണ് ഈ പറയുന്നത്? താങ്കളെപ്പോലെ ഒരാളെ ലൈക്ക് ചെയ്യാനോ? അതും എന്നെപ്പോലെ ഒരാളെയോ എന്ന് അവൾ ചോദിക്കുന്നു. ക്യുവാൻ ആകട്ടെ എന്തു പറയണം എന്നറിയാതെ മിണ്ടാതിരിക്കുന്നു. ഇവിടെ ക്യുവാൻ യാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എനിക്ക് റോങ് ഗിഫ്റ്റ് തന്നുകൊണ്ട് കോമ്പൻസേഷനായി 3 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വില്ല ക്ലീൻ ചെയ്യണമെന്ന്. നെക്സ്റ്റ് മോർണിംഗിൽ യാവു ക്യുവാൻ്റെ വില്ലയിൽ വരുന്നു. അവൻ അവളെയും കൊണ്ട് അവൻ്റെ പോണ്ടെല്ലാം വൃത്തിയാക്കിക്കുന്നു. ഗ്ലാസ് ക്ലീൻ ചെയ്യിക്കുന്നു, ഗാർഡൻ ക്ലീൻ ചെയ്യിക്കുന്നു. അങ്ങനെ ഒരുപാട് പണികൾ ചെയ്യിക്കുന്നുണ്ട്. അവൻ്റെ വില്ല ഒരുപാട് വലുതായിരുന്നു. സോ ഇതെല്ലാം ചെയ്ത് അവൾ ഒരുപാട് ടയേർഡ് ആകുന്നുണ്ട്. പണിയെല്ലാം കഴിയുമ്പോൾ വൈകിട്ട് അവൻ വീണ്ടും അവളെ ടോർച്ചർ ചെയ്യുന്നു. അവളെയും കൂട്ടി ഒരു ഗെയിമിംഗ് സെന്ററിൽ വരുന്നുണ്ട്. എനിക്ക് ഈ സെന്ററിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് വേണമെന്ന് അവൻ പറയുന്നു. ബാസ്കറ്റ്ബോൾ കളിച്ച് അവളുടെ കൈയെല്ലാം ഒരുപാട് പെയിൻ എടുക്കുന്നുണ്ട്. ഇത്രയും ജോലി കൂടി ചെയ്തതല്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൻ വീണ്ടും യാവിനെ കോൾ ചെയ്യുന്നു. എൻ്റെ വില്ലിലേക്ക് വന്ന് ക്ലീൻ ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. യാവ് വില്ലിലേക്ക് വരുമ്പോൾ അന്ന് അവളെയും കൊണ്ട് ആ ഫ്ലോറെല്ലാം അവൻ ക്ലീൻ ചെയ്യിക്കുന്നു. എനിക്ക് കുറച്ച് ജോബ് ചെയ്തു തീർക്കാനുണ്ട്. സോ ഞാൻ സ്റ്റഡി റൂമിലേക്ക് പോവുകയാണ്. 4 hours കഴിഞ്ഞ് ഞാൻ വെളിയിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നു. അവൻ വിചാരിക്കുന്നത് താൻ സ്റ്റഡി റൂമിൽ പോകുന്ന ടൈമിൽ യാവു റെസ്റ്റ് എടുക്കുമെന്നാണ്. അതിനു വേണ്ടിയാണ് അവൻ ടൈം കൂടി പറയുന്നത്. പക്ഷെ യാവു ആകട്ടെ ഒരുപാട് ഇന്നസെൻ്റ് ആയിരുന്നു. അവൾ ആ ടൈം മുഴുവൻ ആ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യുവാൻ വന്ന് നോക്കുമ്പോൾ വീടെല്ലാം വളരെ ക്ലീൻ ആയിരുന്നു. യാവു ആകട്ടെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നു. പാവം യാവു, ഇവൾ എന്തുമാത്രം സ്റ്റുപ്പിഡ് ആണെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
യാവു ആട്ടെ അപ്പോൾ എണീക്കുന്നു. അവൾക്ക് നല്ല ദേഷ്യമായിരുന്നു, ഒരുപാട് വിഷമവും. ബോസ്, താങ്കൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാൻ മനുഷ്യനാണ്, മൃഗമല്ല. ഞാൻ താങ്കളുടെ ഓഫീസിൽ വന്നത് ഒരു ലോയർ ആകാൻ വേണ്ടിയാണ്. പക്ഷെ താങ്കളാകട്ടെ എന്നെ വെറുമൊരു വർക്കർ ആക്കിയിരിക്കുകയാണ്. എന്നെ ഇത്രയും ടോർച്ചർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തത്? ബൈ മിസ്റ്റേക്ക് ഞാൻ താങ്കൾക്ക് ഒരു റോങ് ഗിഫ്റ്റ് തന്നു. അത് ഇത്ര വലിയ തെറ്റാണെന്ന് അവൾ ചോദിക്കുന്നു. യാവിൻ്റെ കൺട്രോൾ പോയിരിക്കുകയായിരുന്നു. അവൾ നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ ഇനി ഇത് സഹിക്കില്ല, ഈ ജോബ് ഞാൻ റിസൈൻ ചെയ്യാനെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ക്യുവാൻ അവളെ തടയുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച്, യാവു, ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നു, ഐ ലവ് യു. പക്ഷെ എന്തു ചെയ്യാനാണ്? നിന്നോട് ഈ സത്യം പറയാനുള്ള ധൈര്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതെല്ലാം ചെയ്ത് നിന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയല്ല, പകരം നിന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ക്ലോസ് ആക്കി നിർത്താൻ വേണ്ടിയാണ്. പക്ഷെ യാവുനാകട്ടെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോസ്, ഞാൻ റോങ് ഗിഫ്റ്റ് തന്നതുകൊണ്ട് താങ്കൾ എന്നോട് റിവെഞ്ച് ചെയ്യാണോ? താങ്കൾക്ക് ഞാൻ താങ്കളുടെ ഈക്വൽ ആണെന്നും താങ്കൾക്ക് ചേർന്നയാണെന്നും താങ്കളുടെ സ്റ്റാറ്റസിനെല്ലാം ചേർന്നയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ക്യുവാൻ യാവുവിൻ്റെ കയ്യിൽ പിടിച്ച്, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കൂ. ഞാൻ നിന്നിൽ ഫോളായി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് യാവ് ഒരുപാട് ഷൈ ആവുന്നുണ്ട്. അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. വീട്ടിൽ വന്ന ശേഷവും അവൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്യുവാൻ്റെ കൺഫെഷന് ശേഷം നെക്സ്റ്റ് ഡേ ഓഫീസിൽ താൻ എങ്ങനെ ബോസിനെ ഫേസ് ചെയ്യുമെന്ന് അവൾ ആലോചിക്കുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ഓഫീസിൽ ക്യുവാൻ വരുന്നില്ല. ഒരു മീറ്റിങ്ങിന് വേണ്ടി അവൻ ഫുൾ ഡേ വെളിയിലായിരുന്നു. ഓഫീസിൽ വെച്ച് യാവുന് ഒരു കാര്യം മനസ്സിലാകുന്നു. യൂഫിയും ടാങ്ങും സീക്രട്ട് റിലേഷൻഷിപ്പിലാണെന്ന കാര്യം. രണ്ടുപേരും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ അവർ റിലേഷൻഷിപ്പിലാണെന്ന് അറിയുമ്പോൾ യാവു ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അന്ന് യാവു ഓവർ ടൈം ചെയ്യായിരുന്നു. അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ക്യുവാൻ അവിടേക്ക് വരുന്നു. ഓഫീസിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. യാവു ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് പേഴ്സൺ. ക്യുവാൻ്റെ ഫേസിൽ ഒരുപാട് സാഡ്നെസ് കാണാൻ പറ്റും. യാവുവിൻ്റെ കാര്യത്തിൽ താൻ ഫെയിലായ പോലെയാണ് അവന് തോന്നുന്നത്. അവൻ സാഡായിട്ട് അവളോട്, എൻ്റെ കൺഫെഷനെ കുറിച്ച് നീ ആലോചിച്ചോ ചോദിക്കുന്നു. യാവുവിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.